പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ഞങ്ങൾ ഇന്ന് മേടിച്ച ഒരു ചെറിയ സൗണ്ട് സിസ്റ്റമാണ്. കർത്താവിൻ്റെ വേരോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിലൊക്കെ ഞങ്ങൾ ബൈബിളും ട്രാക്റ്റും പാട്ടും പ്രാർത്ഥനയുമായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞു ബോക്സ് വേണം പരസ്യത്തിന് ഒത്തിരി ആഗ്രഹിച്ചു. പല മേഖലകളും ഞങ്ങൾക്ക് സാധ്യതയില്ലാതെ അടഞ്ഞു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങളോട് കരുണ ചെയ്തു. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഞങ്ങൾക്ക് ചെയ്തൊരു ഉപകാരമാണ്. ഇതൊരു കുഞ്ഞു ബോക്സാണെങ്കിലും അത്യാവശ്യം ഇതിനകത്ത് നല്ല ശബ്ദമുണ്ട്. ഞങ്ങളത് ഉപയോഗിച്ച് നോക്കി. ഒത്തിരി നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് പാട്ട് പാടി നോക്കി, ഇതിനകത്ത് പ്രസംഗിച്ച് നോക്കി. അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. ഞങ്ങൾക്ക് ഇത് തന്നെ ഏറ്റവും വലുതാണ്. ഒത്തിരി വലിയ സൗണ്ടൊന്നും അല്ലെങ്കിലും ഒരു ഏരിയ കവർ ചെയ്ത് വരുന്ന ഒരു സൗണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അനേക സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു പോകാൻ ഇങ്ങനൊരു ഉപകരണത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ശരിക്കും പറഞ്ഞ് ഉപവസിക്കുക വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് മാസങ്ങൾ, വർഷങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലെ ചെറുത് സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നത് ഭയങ്കര വലിയ സത്യമാണ്. എന്നാലും ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം എത്ര ദീർഘമായ പ്രാർത്ഥനയ്ക്ക്, ഏത് ചെറിയ ആവശ്യത്തിനും സ്വർഗത്തിൽ ദൈവം മറുപടി തരും. ഇത് ഞങ്ങൾക്ക് വളരെയധികം ദൈവസന്നിധിയിൽ സന്തോഷമായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്. അത് ഓണാക്കുമ്പോൾ ഇങ്ങനെ വിവിധ രീതിയിൽ ലൈറ്റൊക്കെ കത്തും. അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തന രീതി മുൻപിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ശബ്ദം ഒട്ടും തീരെ താഴെയല്ല, ഒത്തിരി ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ രൂപത്തെക്കാളും വലിയ ശബ്ദം നമുക്ക് ഔട്ട്പുട്ട് ഇത് തരുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക്, സുവിശേഷ വേലയുടെ ഭാഗത്ത് അങ്ങനെ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ വചനത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. ദൈവ വേല ചെയ്യുന്നവർക്ക്, മിഷണറിമാർക്ക്, സുവിശേഷകന്മാർക്ക് ഒരു പരിധിയുണ്ട്. അത് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. ഒരു ലിമിറ്റേഷനുണ്ട്. എവിടെയാണ് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പറയുകയാണ് അത് ലോകത്തിൻ്റെ അറ്റം വരെയാണ്. അത് ലോകത്തിൻ്റെ അറ്റമാണ്. അറ്റം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അപ്പുറത്തോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റേഷനുണ്ട്. അതുവരെ നിങ്ങൾക്ക് പരിധിയില്ല. ഇത് ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. ഞങ്ങൾ ഓരോ മാസവും ഓരോ വീക്കിലും കർത്താവിൻ്റെ വചനവുമായി പലയിടങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നിശ്ചയമായും നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങളിങ്ങനെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഏത് ചെറിയ വിഷയത്തിനും ഏത് വലിയ വിഷയത്തിനും ദൈവം നമുക്ക് അത് നടത്തിത്തരും.